നിങ്ങൾ പാതി വഴിയിൽ പഠനം മുടങ്ങിയവരാണോ? എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്കായി BA, BCom, BBA തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ്. അതും കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ, പാസ്സാകൂ. ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9526070097. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് സ്റ്റുഡൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതാൻ റെഡി ആയിട്ടിരിക്കും. അതുപോലെ ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് എക്സാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഒരുപാട് ഡൗട്ടായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ അവർക്കുള്ള ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എക്സാം, അതായത് ഇഗ്നു ഡിഗ്രി എക്സാം മലയാളത്തിൽ എഴുതാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള ഒരു സർവകലാശാലയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. നമുക്കറിയാം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റി ഇന്ന് നിലവിലുണ്ട്. പക്ഷെ അതിൽ തന്നെ വളരെ പ്ലാനിങ്ങോടുകൂടി കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ച് വളരെ ടൈം എടുത്തുകൊണ്ട് സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ള രീതിയിൽ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇഗ്നു ആണ്. അതായത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരുപാട് സ്റ്റുഡൻസിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി അവരുടെ സിലബസും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം, ഡിഗ്രി ചൂസ് ചെയ്യുന്ന ഒരു കുട്ടി മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒന്നുകിൽ ഹയർ സ്റ്റഡീസിനായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നോളേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു സബ്ജക്റ്റിനെ പറ്റി കൂടുതൽ നോളേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ജോലി സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഡിഗ്രി ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ലാംഗ്വേജിനാണ് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, എല്ലാ ഫീൽഡും, എഡ്യൂക്കേഷൻ ഫീൽഡ് ആയാലും വർക്കിംഗ് ഫീൽഡ് ആയാലും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. നമുക്ക് എത്രത്തോളം ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ബെറ്റർ ആണ് നമ്മളുടെ ഫ്യൂച്ചർ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഗ്നു ഈ ഒരു ഫോക്കസ് വെച്ചിട്ടാണ് സ്റ്റുഡൻസിനെ വാർത്തെടുക്കുന്നത്. അപ്പൊ ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നാഷണലൈസ്ഡ് വാല്യൂ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ആ സർട്ടിഫിക്കറ്റിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഇഗ്നു അവകാശപ്പെടുന്നത് അവരുടെ സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന ഓരോ സ്റ്റുഡൻസും നാഷണലൈസ്ഡ് വാല്യൂ ഉള്ള സ്റ്റുഡൻസ് ആയി മാറണം എന്നാണ്. ആ ഒരു സ്റ്റാൻഡേർഡാണ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആരും കമ്പൽ ചെയ്തുകൊണ്ടോ ആരുടെ നിർബന്ധപ്രകാരമോ ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മൾ എത്രത്തോളം ഇൻട്രസ്റ്റും എഫേർട്ടും എടുത്ത് ഒരു കാര്യം നേടിയെടുക്കുന്നോ അത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടും. അത് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്തൊരു കാര്യം താല്പര്യത്തോടു കൂടെ ചെയ്യുക, നമ്മുടെ 100% എഫേർട്ട് അതിനെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നു ഡിഗ്രി എക്സാം മലയാളത്തിൽ എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. നമുക്കറിയാം, നെക്സ്റ്റ് മന്ത് ജൂൺ ജൂലൈ ബാച്ചില് എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് ഇപ്പൊ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഹാൾ ടിക്കറ്റ് വായിച്ചാൽ അറിയാം, ഒരു 4-5 പേജിന്റെ ഹാൾ ടിക്കറ്റ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അതിലൊരു 10th പോയിന്റ് ആയിട്ട് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നത് മീഡിയം ഓഫ് എക്സാമിനേഷനെ പറ്റിയാണ്. അപ്പൊ നിങ്ങൾ ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ എല്ലാ പോയിന്റ്സും കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കണം. എന്തൊക്കെയാണ് അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതെന്നുള്ളത് ഫോളോ അപ്പ് ചെയ്യണം. ഇതിപ്പോ ഞാൻ എക്സാം ഏത് മീഡിയം ഓഫ് എക്സാമിന്റെ കാര്യം മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇതിൽ മെയിൻ ആയിട്ട് 10th 11th പോയിന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സാം എഴുതുന്ന മീഡിയം എന്ന് പറയുന്നത് ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആയിരിക്കണം. വേറെ നമ്മളുടെ റീജിയണൽ ലാംഗ്വേജ്, അതായത് മലയാളം, കന്നഡ, തുളു, ആ ലാംഗ്വേജിലൊന്നും അവർ എക്സാം പ്രൊമോട്ട് ചെയ്യുന്നില്ല. എക്സാം മെയിൻ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് എക്സാം എഴുതേണ്ടത്. നമ്മളുടെ ഒട്ടുമിക്ക സ്റ്റുഡൻസും ചൂസ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതാൻ മാക്സിമം ട്രൈ ചെയ്യണം. മാക്സിമം എന്നല്ല, ഇതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ എക്സാം എഴുതിയിട്ടില്ല എങ്കിൽ ആ ആൻസർ ഷീറ്റ് വാലിഡ് ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ എക്സാം എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിൽ എഴുതുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്കറിയാം, 1 year
ഒരു വർഷത്തിൽ ഒരു എക്സാം ആണ് ഇഗ്നു ആകെ കൂടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അത് വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും എക്സാം പാസ് ആവാതിരിക്കില്ല. നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റ് ട്രാക്കിലൂടെ വന്നിട്ട് അവർ എക്സാം പാസ്സായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ എഫേർട്ട് തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രിക്ക് എന്ന് പറയുന്നത് 100-ല് 35 മാർക്കാണ് നിങ്ങൾക്ക് എക്സാം പാസ് ആവാൻ വേണ്ടത്. അതുപോലെ അസൈൻമെന്റും നിങ്ങൾക്ക് തിയറി എക്സാമും മെയിൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അസൈൻമെന്റിന് നിങ്ങൾക്ക് 100-ൽ 35 മാർക്ക് മേടിക്കണം. അതുപോലെ തിയറി പേപ്പറിനും നിങ്ങൾക്ക് 100-ൽ 35 മേടിക്കണം. അസൈൻമെന്റിന് 40 കിട്ടിയെന്ന് വിചാരിച്ചിട്ട് തിയറി പേപ്പർ 30 മേടിച്ചിട്ട് കാര്യമില്ല. ഓരോന്നിനും ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ആണ്, അത് തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. അതുപോലെ ഫൈനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ തിയറി പേപ്പർ, അതായത് മെയിൻ ആയിട്ട് വരുന്ന പേപ്പറിന്റെ 70%ഉം ടോട്ടൽ 3 വർഷത്തെയും കൂടിയിട്ടുള്ള മാർക്കിന്റെ 70%ഉം അതുപോലെ 3 വർഷത്തെ അസൈൻമെന്റിന്റെ 30%ഉം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫൈനൽ മാർക്ക് ഷീറ്റ് വരുന്നത്. അത് ഇഗ്നു ഫൈനൽ മാർക്ക് ഷീറ്റ് വരുമ്പോൾ നിങ്ങളുടെ 3 വർഷത്തെയും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്താൽ മതി. എക്സാം എഴുതാൻ പോകുമ്പോൾ എല്ലാ ക്രൈറ്റീരിയാസും കറക്റ്റ് ആയിട്ട് വായിക്കണം, ഹാൾ ടിക്കറ്റ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ എല്ലാ പോയിന്റ്സും വായിച്ച് മനസ്സിലാക്കി അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വേണം എക്സാം എഴുതാൻ പോകാൻ. അപ്പൊ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസും വളരെ നല്ല രീതിയിൽ എക്സാം എഴുതുക. അതുപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവര് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ലാംഗ്വേജ് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് വേണ്ടി ടൈം മാറ്റി വെച്ചിട്ട് നമ്മുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു സ്കോർ കിട്ടും. അതുപോലെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.